നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് എത്ര നല്ല സ്ട്രാറ്റജി നമ്മുടെ കയ്യിലുണ്ട് എങ്കിലും അതല്ലെങ്കിൽ അത് നമ്മൾ പഠിച്ചാലും നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ നല്ലൊരു ടൂൾ വേണം. ആ ടൂള് വളരെ സ്ലോ ആണ് എങ്കിൽ ആ ടൂൾ കൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ ഓരോ ട്രേഡ് ചെയ്യുമ്പോഴും ഈ ടൂള് തന്നെ നമ്മുടെ പണം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി ഉണ്ട് എങ്കിൽ പോലും നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നമ്മൾ പലപ്പോഴും ഈ സ്ട്രാറ്റജികളെ പറ്റി സംസാരിക്കാറുണ്ട്. ഏത് ഓപ്ഷനാണ്, എവിടുത്തെ എൻട്രി ആണ്, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. പക്ഷേ ഈ ടൂളിൽ കൂടാണല്ലോ എപ്പോഴും ഈ ട്രേഡ് ആക്ച്വലി ഹാപ്പൻ ചെയ്യുന്നത്. നമ്മൾ അതിനെപ്പറ്റി അധികം ചിന്തിക്കാറില്ല. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരു ട്രേഡിംഗ് ടൂളിന് വളരെ ബേസിക് ആയിട്ട് വേണ്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അപ്പോൾ ഓരോ ഫീച്ചറും എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്ന് ഞാൻ പറയും. അതില്ല എങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസ് എന്താണ് എന്ന് ഞാൻ പറയും. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ സ്പോൺസർ ആയുള്ള സഹീൽ ആ ഫീച്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നും ഞാൻ കാണിച്ചു തരും. ട്രേഡിംഗ് ചെയ്യാൻ താല്പര്യമുള്ള, ട്രേഡിങ്ങിനെ പറ്റി മനസ്സിലാക്കാൻ താല്പര്യമുള്ള ആളുകൾ മുന്നോട്ട് വീഡിയോ കാണുക. സൈ എന്ന് പറയുന്നത് ഒരു സെബി രജിസ്റ്റേർഡ് ബ്രോക്കർ പ്ലാറ്റ്ഫോമാണ്. ആർത്തിയ ബ്രോക്കിങ്ങിന്റെ പ്ലാറ്റ്ഫോമാണ് സൈ എന്ന് പറയുന്നത്. രജിസ്ട്രേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അത് വെരിഫൈ ചെയ്തിട്ട് മാത്രം മുന്നോട്ട് പോകാം. നമുക്ക് ആദ്യം ഫീച്ചേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഫീച്ചർ സ്പീഡ് അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ള എക്സിക്യൂഷൻ. ആദ്യം എന്താണ് പ്രോബ്ലം? ഇപ്പോൾ ഓപ്ഷൻസ് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ ഓരോ സെക്കൻഡും പ്രൈസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഏത് ട്രേഡ് ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു ട്രേഡ് എടുക്കാനായിട്ട് ടാപ്പ് ചെയ്യുന്നു. നമ്മുടെ ആപ്പ് സ്ലോ ആണ്, ലോഡ് ചെയ്യാൻ സ്ലോ ആണ് എങ്കിൽ, ഓർഡർ സ്ക്രീൻ അപ്പിയർ ചെയ്യാൻ തന്നെ സ്ലോ ആണ് എങ്കിൽ, നമ്മൾ ഓർഡർ കൺഫേം ചെയ്യാനും ഇത് സ്ലോ ആണ് എങ്കിൽ, ആ വളരെ ചെറിയ സെക്കൻഡ് കൊണ്ട് തന്നെ പ്രൈസ് നല്ലപോലെ മൂവ് ചെയ്യും. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്? നമ്മൾ വിചാരിച്ച പ്രൈസിലല്ല ട്രേഡ് നടക്കുന്നത്, അത് നടക്കുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈസിലാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്ലിപ്പേജ് എന്ന് പറയുന്നത്. ഒരു സിംഗിൾ ട്രേഡിൽ ഇങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ ചെറുതായിട്ട് തോന്നിയേക്കാം. പക്ഷേ ഒരു ദിവസം തന്നെ മൾട്ടിപ്പിൾ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക്, അതല്ലെങ്കിൽ എല്ലാ വർഷവും എല്ലാ ഡേയും ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ഇത് ആഡപ്പ് ചെയ്ത് ഒരു ബിഗ് ലോസ് ആയിട്ട് മാറും. ഇപ്പോൾ ഫാസ്റ്റ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലക്ഷറി ഒന്നുമല്ല, അത് നമ്മുടെ പ്രോഫിറ്റിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഇനി സൈയിൽ ഇത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. സൈയിലെ ചാർട്ട്സ് ഒക്കെ ഇൻ ഹൗസ് ആണ്. കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടാണ് ഇത് ലോഡ് ആവുന്നത്. ഓർഡർ എക്സിക്യൂഷനും ഫാസ്റ്റ് തന്നെയാണ്. നമ്മളത് ടാപ്പ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് വെയിറ്റിംഗ് ഒന്നും തന്നെ ഇല്ല. അതിനോടൊപ്പം AI എനേബിൾഡ് ആയിട്ടുള്ള ഒരു ആപ്പും കൂടെയാണ് സൈ. ഇനി രണ്ടാമത്തെ ഫീച്ചർ ഡ്യുവൽ ചാർട്ട്. ഒരു സ്ക്രീനിൽ ഡ്യുവൽ ചാർട്ട്. നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഓപ്ഷൻസ് ട്രേഡിങ്ങിലാണെങ്കിലും മറ്റേതെങ്കിലുമൊക്കെ ട്രേഡിങ്ങിലാണെങ്കിലും നമുക്ക് ഒരേ സമയം സെവറൽ ചാർട്ട്സ് കാണേണ്ടതായിട്ടുള്ള ആവശ്യം വന്നേക്കാം. ഇപ്പോൾ ഓപ്ഷൻസിലാണെങ്കിൽ ഇൻഡെക്സ് ചാർട്ട്, കോൾ ചാർട്ട്, പുട്ട് ചാർട്ട്, ഇതൊക്കെ നമുക്ക് വേണ്ടി വരും. പഴയ വേയിൽ കൂടിയാണ് എങ്കിൽ നമ്മൾ ഒരു ചാർട്ടിൽ നോക്കിയിട്ട് അത് ടാപ്പ് ചെയ്ത് വേറൊരു ചാർട്ടിലേക്ക് നോക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യം വന്നേക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ മാറി നോക്കുന്ന സമയം കൊണ്ട് തന്നെ മാർക്കറ്റ് നല്ലപോലെ മൂവ് ചെയ്യും. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്? നമ്മൾ ഓരോ സമയവും ഈ സ്ക്രീൻ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കണ്ണ് അവിടെ നിന്നെടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരു മൊമെന്റ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ട്രേഡിങ്ങിൽ ശരിക്കും ആ മൊമെന്റ് വളരെ വളരെ പ്രഷ്യസ് ആണ്. നമുക്ക് ഒരു സ്ക്രീനിൽ തന്നെ ഇതെല്ലാം കാണാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ഡിസിഷൻസ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് എടുക്കാം. നമ്മൾ അവിടെ ഒന്നും മിസ് ചെയ്യുന്നതായിട്ടും വരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് സൈയിൽ ഇതുള്ളത്? സൈയിലെ സ്കാൽപ്പർ 2.0 നമുക്ക് ഇൻഡെക്സ് ചാർട്ട് കാണാം, കോൾ പുട്ട് ചാർട്ട്സും കാണാം. ഒരേ സെയിം മൊബൈൽ സ്ക്രീനിൽ തന്നെ നമുക്കിത് കാണാം. അപ്പോൾ അതാണ് ഡ്യുവൽ ചാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ സ്ക്രീൻ ഒന്നും സ്വിച്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. നമ്മുടെ പ്രോഫിറ്റിൽ നിന്നും കണ്ണ് എടുക്കേണ്ടതായിട്ടുള്ളൊരു അവസ്ഥയും ഇവിടെ വരുന്നില്ല എന്നർത്ഥം. ഇനി മൂന്നാമത്തെ ഫീച്ചറാണ് ട്രേഡ് ഫ്രം ചാർട്ട്. ഇവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണ്? ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആപ്പിൽ അവിടെ ചാർട്ട് സെപ്പറേറ്റും ഓർഡർ വിൻഡോ സെപ്പറേറ്റും ആണ് എങ്കിൽ, നമ്മൾ ചാർട്ടിൽ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്യാനായിട്ട് നമ്മൾ ഓർഡർ വിൻഡോയിൽ ഇതെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ട്രേഡ് ചെയ്യുന്ന ആൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ജേർണിയിൽ നമുക്ക് ആ ഒരു മൊമെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു മൊമെന്റ് വീണ്ടും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? നമ്മളൊരു ചാർട്ട് കാണുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഒരു ഡിസിഷൻ ഫോം ആയി വരുന്നത്. അപ്പോൾ ആ ഒരു ഡിസിഷൻ നമ്മുടെ ഉള്ളിൽ ഫോം ആയതിനു ശേഷം അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് വരെയുള്ള ദൂരം എത്രത്തോളം കുറയുന്നോ അത്രത്തോളം പ്രിസൈസ് ആയിട്ട് നമുക്ക് ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ബെറ്റർ. അപ്പോൾ അത് സൈയിൽ എങ്ങനെയാണ്? നമുക്ക് സൈയിൽ ട്രേഡ് ഡയറക്റ്റ് ആയിട്ട് ചാർട്ടിൽ തന്നെ പ്ലേസ് ചെയ്യാം. നമുക്ക് ടാപ്പ് ചെയ്ത് ട്രേഡിൽ എൻ്റർ ചെയ്യാം, ടാപ്പ് ചെയ്ത് ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. നമ്മൾ ചാർട്ട് ലീവ് ചെയ്ത് ഓർഡർ വിൻഡോയിലേക്ക് പോകേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. ഇനി ഫീച്ചർ നമ്പർ 4, നമുക്ക് SLM TPയും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് ആദ്യം നോക്കാം. നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസോ ഒരു ടാർഗറ്റോ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പല സ്ഥലത്തും പല ആപ്പുകളിലും നമുക്ക് നമ്പേഴ്സ് ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് ആ നമ്പർ ചേഞ്ച് ചെയ്യണം, അതല്ലെങ്കിൽ ആ പ്രൈസ് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള മാർക്കറ്റിൽ ഇത് വളരെ ഡിഫിക്കൽട്ടാണ്. നമ്മളൊരു മിസ്റ്റേക്ക് വരുത്താനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആവുന്ന എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒക്കെയാണ് നമ്മുടെ റിസ്ക്കും പ്രോഫിറ്റും ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത്. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റും ആക്യുറേറ്റുമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കണം. നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് പോലെ ടഫ് ആയിട്ടുള്ള ഒരു മാർഗത്തിൽ കൂടാണ് പോകുന്നത് എങ്കിൽ
ചിലപ്പോൾ അത്രത്തോളം പ്രിസൈസ് ആയിക്കൊള്ളണമെന്നില്ല. ഇനി ഇത് സൈയിൽ എങ്ങനെയാണ്? സൈയിൽ നമ്മളിവിടെ ഒന്നും ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. നമുക്കിത് ചാർട്ടിൽ തന്നെ ഡ്രാഗും ഡ്രോപ്പും ചെയ്യാം. നമ്മുടെ ഫിംഗർ കൊണ്ട് നമുക്ക് മൊബൈൽ ഫോണിൽ തന്നെ ചെയ്യാം. ആ ലൈൻ, അതായത് ആ സ്റ്റോപ്പ് ലോസിന്റെയോ ആ ടാർഗറ്റിന്റെയോ ലൈൻ നമ്മൾ വെറുതെ ഡ്രാഗ് ചെയ്ത് മുകളിലോട്ടോ താഴോട്ടോ ആക്കി ഇട്ടാൽ മാത്രം മതിയാവും. ഇനി ഫീച്ചർ നമ്പർ 5, ഓട്ടോ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം എന്താണ്? ഇത് ഒരു വലിയ പ്രോബ്ലമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സ്റ്റോപ്പ് ലോസ് അത്യാവശ്യമാണ് എന്ന്. പക്ഷേ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു ട്രേഡ് നമ്മുടെ എഗൻസ്റ്റ് ആയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും തോന്നും ഇത് തിരിച്ചു വരുമായിരിക്കും, നമുക്ക് സ്റ്റോപ്പ് ലോസ് എടുത്ത് മൂവ് ചെയ്യാം. ആ ഒരു സിംഗിൾ ട്രേഡ് ആയിരിക്കും നമ്മുടെ ആ ആഴ്ചത്തെ മുഴുവൻ പ്രോഫിറ്റും കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസിപ്ലിൻ്റെ പ്രോബ്ലം അല്ല, ഒരു ഇമോഷൻ്റെ പ്രോബ്ലം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഇമോഷനെ ട്രസ്റ്റ് ചെയ്യരുത് എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. നമ്മൾ നമ്മുടെ സിസ്റ്റത്തിനെ ട്രസ്റ്റ് ചെയ്യുക. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓട്ടോമാറ്റിക് ആണ് എങ്കിൽ, അത് പ്രോഫിറ്റിനോടൊപ്പം അത് ട്രെയിൽ ചെയ്ത് പോകുന്നുണ്ട് എങ്കിൽ, നമ്മുടെ ഇമോഷനെ ഇടയ്ക്ക് അത് കയറി ഇന്റർഫിയർ ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ പ്രോഫിറ്റിനെ അത് പ്രൊട്ടക്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ലോസിലേക്ക് വരുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് മാറ്റാതെ ഇരിക്കുക. നമുക്ക് പ്രോഫിറ്റിലേക്ക് പോകുന്ന സമയത്ത് ഓട്ടോ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആയതുകൊണ്ട് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എടുക്കാനും സാധിക്കും. നമ്മുടെ ഓവറോൾ പ്രോഫിറ്റ് മോശമില്ലാതെ നിൽക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ മാറ്റിവെച്ച് നമ്മൾ സിസ്റ്റത്തിനെ ബിലീവ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് ആവശ്യമില്ലാതെ നമ്മുടെ എഗൻസ്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് മാറ്റാതിരിക്കാൻ ശ്രമിക്കുക. ഇനി 6ാമത്തെ ഫീച്ചർ, സ്മാർട്ട് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് വൺ ടാപ്പ് ലിമിറ്റ് എൻട്രി. അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം എന്താണ്? നമുക്ക് പലപ്പോഴും കീ ലെവൽസും സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കഷ്ടപ്പെടാറുണ്ട്. പിന്നെ നമ്മളൊരു മാർക്കറ്റ് ഓർഡർ ഇടുന്ന സമയത്താണ് എങ്കിൽ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു വേസ്റ്റ് പ്രൈസിലായിരിക്കും ഇത് ചെന്ന് വീഴാനും പോകുന്നത്. അപ്പോൾ ഇതും സ്ലിപ്പേജ് തന്നെയാണ്. പക്ഷേ എന്താണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം? നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഗുഡ് കീ ലെവൽസ് അറിയാമെങ്കിൽ, അത് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ, നമുക്ക് എവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യണം, എക്സിറ്റ് ചെയ്യണം എന്നൊക്കെയുള്ളൊരു ഐഡിയ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കിട്ടും. അതിനുശേഷം ലിമിറ്റ് എൻട്രി വെച്ചിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം. നമ്മൾ ഇൻറ്റൻറ്റ് ചെയ്ത ആ ഒരു പ്രൈസിൽ തന്നെ നമുക്ക് എൻട്രിയും കിട്ടും. ഇപ്പോൾ സ്ലിപ്പേജ് പതിയെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ സൈയിൽ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? സൈക്കകത്ത് സ്മാർട്ടായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും സപ്പോർട്ട് റെസിസ്റ്റൻസും കീ ലെവൽസും ഒക്കെ കാണിക്കുന്നുണ്ട്. അത് ആ ചാർട്ടിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് കാണാം. അതിനുശേഷം ഒരു വൺ ടാപ്പ് ലിമിറ്റ് എൻട്രി വെച്ചിട്ട് നമ്മൾ ഒരു ലിമിറ്റ് ഓർഡർ ഒരു സിംഗിൾ ടാപ്പിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്ലിപ്പേജ് അവോയ്ഡ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞത് അവരുടെ ഒരു ഫീച്ചറാണ്. ആ വൺ ടാപ്പ് ലിമിറ്റ് എൻട്രി വെച്ചിട്ട് നമ്മളൊരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ ടാപ്പിൽ തന്നെ ഈ സ്ലിപ്പേജ് അവോയ്ഡ് ആയിട്ട് കിട്ടും. ഇനി ഫീച്ചർ 7, കോസ്റ്റ് അല്ലെങ്കിൽ ബ്രോക്കറേജ്. അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം എന്താണ്? ഓരോ ട്രേഡിലും ഒരു സ്മോൾ എമൗണ്ട് ബ്രോക്കറേജ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. 20 രൂപ മാത്രമേ ഉള്ളൂ, 25 രൂപ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ആയിരിക്കും നമ്മൾ കരുതുന്നത്. പക്ഷേ ഒരു ആക്റ്റീവ് ട്രേഡറിന് ഒരുപാട് ട്രേഡുകൾ ഒരു ദിവസം എടുക്കുന്ന ഒരാൾക്ക് ഹൺഡ്രഡ്സ് ഓഫ് ട്രേഡ്സ് ആയിരിക്കും ചിലപ്പോൾ അയാൾ മാസം എടുക്കുന്നത്. ഒരു ചെറിയ എമൗണ്ട് ആഡപ്പ് ചെയ്തൊരു ബിഗ് എമൗണ്ട് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പണമാണിത്. അപ്പോൾ ബ്രോക്കറേജ് കുറവാണ് എങ്കിൽ നമുക്ക് കൂടുതൽ ബ്രേക്ക് ഈവൻ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ട്രേഡ് എടുക്കുന്ന ആൾക്ക് ഇത് തീർച്ചയായിട്ടും ഒരു ബിഗ് ഡിഫറൻസ് ആയിരിക്കും. സഹിയിൽ ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ 30 ദിവസം, അതായത് നമ്മൾ അക്കൗണ്ട് എടുത്തിട്ട് ആദ്യത്തെ 30 ദിവസം നമുക്ക് ഫ്രീ ആണ്, 0 ബ്രോക്കറേജ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഫ്ലാറ്റ് 10 റുപ്പീസ് ആണ് പെർ എക്സിക്യൂട്ടഡ് ഓർഡർ. മോശമില്ലാത്ത പ്രൈസ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രിഫർ ചെയ്യാം. ഇനി അവസാനമായിട്ട് ഞാൻ വളരെ ഓണസ്റ്റ് ആയിട്ടൊരു കാര്യം പറയാം. അത് ട്രേഡിങ്ങിനെ പറ്റിയും കൂടിയാണ്. സൈ എന്ന് പറയുന്നത് ഒരു പുതിയ ബ്രോക്കറാണ്. അത് 2024 ലോഞ്ച് ചെയ്തതാണ്. അപ്പോൾ ഒരുപാട് വർഷത്തെ ട്രാക്ക് റെക്കോർഡുകളൊന്നും ഇല്ല മറ്റുള്ള ബ്രോക്കേഴ്സ് പോലെ നമ്മൾ നോക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഒരു കാര്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്, ഇത് സെബി രജിസ്റ്റേർഡ് ആണ്, NSE BSE മെമ്പറുമാണ്. നിങ്ങളായിട്ട് തന്നെ ആ കാര്യം വെരിഫൈയും ചെയ്യണം. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം ഒരു ആക്റ്റീവ് ട്രേഡറിനാണ് സൂട്ട് ആവുന്നത്. നിങ്ങൾ വല്ലപ്പോഴും ഒക്കെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളോ, അതല്ലെങ്കിൽ മാസത്തിൽ 1 തവണ 2 തവണയോ അല്ലെങ്കിൽ വർഷത്തിൽ തന്നെ വല്ലപ്പോഴും ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ടൂൾസിൻ്റെയോ സ്പീഡിൻ്റെയോ ഒന്നും ആവശ്യം ചിലപ്പോൾ വന്നു എന്ന് വരില്ല. പക്ഷേ നിങ്ങൾ ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളാണ്, ഓപ്ഷൻസിലോ ഇൻട്രാഡേ ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ താഴെ കാണുന്ന ആ ലിങ്കിൽ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ 30 ദിവസം 0 ബ്രോക്കറേജ് ആയിട്ടുള്ള ആ ഓഫർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വീഡിയോ തുടങ്ങിയ സമയത്ത് എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. നമുക്ക് ഒരു നല്ല സ്ട്രാറ്റജി വേണം, അത് സത്യമാണ്. അതേസമയം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളും വളരെ നല്ലത് തന്നെ ആയിരിക്കണം. സ്പീഡ്, ഡ്യുവൽ ചാർട്ട്, ട്രേഡ് ഫ്രം ചാർട്ട്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് സ്റ്റോപ്പ് ലോസ്, ഓട്ടോ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്, സ്മാർട്ട് ഇൻഡിക്കേറ്റേഴ്സ്, കുറഞ്ഞ ബ്രോക്കറേജ്, ഈ ഫീച്ചേഴ്സ് എല്ലാം അത്യാവശ്യം ഒരു നല്ല ടൂളിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. നിങ്ങളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ടൂളിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട് എങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇതൊന്നും ഇല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സ്ട്രാറ്റജി ഒക്കെ അടിപൊളിയായിരിക്കും, നിങ്ങളുടെ ടൂളും കൂടെ കുറച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു, അത് കുറച്ചും കൂടെ ബെറ്റർ ആണ് എങ്കിൽ മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ ചില ലോസസ് ഒക്കെ ഒഴിവാക്കാൻ സാധിച്ചേക്കാം. അപ്പോൾ അങ്ങനെ ഒരു ടൂൾ നിങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ഫ്രണ്ടിനോ ട്രേഡിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രണ്ടിനോ തീർച്ചയായിട്ടും ഇത് അയച്ചു കൊടുക്കുക. ഒരു കാര്യം നിങ്ങൾ താഴെ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് പറയണം, ഇതെനിക്കും
സൈ ടീമിനും വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൂളിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണ്, അതല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതൊരു ട്രേഡിംഗ് ആപ്പിനും തീർച്ചയായിട്ടും വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫീച്ചർ എന്താണ്, തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് സൈ ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.